CD സാഹിബ് പൈസ ഉണ്ടാക്കിയണമെങ്കിൽ ഇതിനുള്ള പാർട്ടിയാണ്. CH പണക്കാരനായിക്കണമെങ്കിൽ ഇത് പൈസ ഉണ്ടാക്കാനുള്ള പാർട്ടിയാണ്. നമ്മളൊക്കെ ആരെങ്കിലും കൈമോശം കൊണ്ട് വല്ലതും ആരെങ്കിലും ഈ സ്വാർത്ഥ ലാഭത്തിന് പാർട്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയട്ടെ. അത് ഈ പ്രത്യയശാസ്ത്രത്തിന് ചോദ്യം ചെയ്യാനോ തകർക്കാനോ ഉള്ള ആയുധമായി നമ്മൾ ആരും കാണരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ മുസ്ലിങ്ങളെ കുറിച്ച് പഠിച്ച കമ്മീഷൻ പറയാണ്, ഇന്ത്യയിൽ ഏറ്റവും അധികം മുസ്ലിം 3% of the Muslim community they got chances for madrasa education in India. ഒരു പാരഗ്രാഫ് ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിൽ 3% കുട്ടികളാണ് മദ്രസയിൽ പോകുന്നത്. 3%. എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്കിടയിൽ ആരെങ്കിലും ഒക്കെ വിദേശത്ത് ഏതെങ്കിലും ആവശ്യത്തിന് പോയവരുണ്ടാവും. കൃത്യബോധത്തോടുകൂടി പറയാൻ കഴിയും, ലോകത്തിന്റെ ഒരു മണ്ണിലും ഇത് ചേർത്ത് അതിശയോക്തി ചേർത്ത് നമ്മൾക്കൊരു വികാരം വരുമ്പോൾ വിളിച്ചു പറയുന്ന അല്പത്താന്ന് ആരും കരുതല്ല. നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങളും പരിശോധിക്കണം ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ലോകത്തിന്റെ ഒരു മണ്ണിലും പ്രാഥമിക മതവിദ്യാഭ്യാസം ഇതുപോലെ നിലനിൽക്കുന്ന ഒരു മണ്ണില്ല. ലോകത്തിന്റെ ഒരു മണ്ണിലും കൊച്ചു കേരളത്തെ പോലെ. ആരാ പിന്നിൽ? ഇവിടെ ചേളാരിയിലാണല്ലോ സമസ്തയുടെ ആസ്ഥാനം. സമസ്തയുടെ വാർഷികം വന്നപ്പോൾ എല്ലാ പള്ളിയിലും ഒരു ബോർഡുണ്ടായിരുന്നു, 90ാം വാർഷികം. 1 ലക്ഷം അധ്യാപകർ, 10 ലക്ഷം വിദ്യാർത്ഥികൾ, 10,000 മദ്രസ, സമസ്തയുടെ 90ാം വാർഷികം. ഏറെ അഭിമാനത്തോടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ, യൂത്ത് ലീഗിന്റെ സുഹൃത്തുക്കളെ പറയാം, സമസ്തയുടെ ചരിത്രം പറയാണ്. സമസ്തയുടെ ആദ്യത്തെ കൺവീനർ, സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ കൺവീനർ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങളാണ്. ചരിത്രത്തിൽ പറയുന്നുണ്ട്, കൊയിലാണ്ടിയിൽ വെച്ച് നടത്തിയ വാദ പരമ്പരയിൽ നിന്ന് കിട്ടിയ 1500 രൂപയാണ് സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ സംഭാവന. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ 1500 ഇന്നൊരു എത്ര കോടി എത്ര ലക്ഷം എന്ന് പറഞ്ഞുകൂടാ. കാരണം ഒരാണ 1 റുപ്യക്ക് 1 സെന്റ് ഭൂമി കിട്ടുന്ന കാലം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം കുട്ടികൾ ഇന്ന് നേരം പുലരുന്നതിന് മുമ്പ് ഫാത്തിയ സൂറത്ത് ഓതി മദ്രസകൾ ആരംഭിക്കുന്നുവെങ്കിൽ മഹാനായ നമ്മുടെ നേതാവ് ജന്നത്തുൽ മുഹല്ലയിൽ പ്രവാചകന്റെ ഭാര്യമാരും സഹാബാകിറാമും അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബാഫഖി തങ്ങളുടെ കബറിടത്തിൽ അതിന്റെ നന്മയുടെ കണങ്ങളിൽ അല്ലാഹു എത്തിക്കുക തന്നെ ചെയ്യും, എത്തിക്കുമാറാവട്ടെ. ബാഫഖി തങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? അതാണോ പാർട്ടിക്കാരൻ ചെയ്യേണ്ടത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റായ ബാഫഖി തങ്ങൾ ചെയ്യേണ്ട പണി എന്താ? 18 വയസ്സ് പ്രായപൂർത്തിയായ ലീഗിന്റെ ഫ്രെയിമിൽ കിട്ടുന്ന കുട്ടികൾക്ക് മുഴുവൻ വോട്ടർ പട്ടിക പേരുണ്ടാക്കിയിട്ട് പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ട് പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത്, നിയമസഭ വരുമ്പോൾ അവിടേക്ക്, ലോകസഭ വരുമ്പോൾ അവിടേക്ക് പറ്റോനെ നിർത്തിയിട്ട് അധികാരത്തിൽ കോണിച്ചിഹ്നത്തിൽ വന്നിട്ട് ഓൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇതാ ഇന്നതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞ് പ്രസംഗിക്കലല്ലേ രാഷ്ട്രീയ പാർട്ടിക്കാരൻ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ പ്രസംഗിക്കും പൊതുയോഗത്തിലൊക്കെ ഫാറൂഖ് കോളേജ് ഉണ്ടാക്കണമെന്ന്. നമുക്ക് സ്വന്തമായിട്ട് ലീഗിന് ഓഫീസില്ല. അന്ന് ഞങ്ങൾ 5 ലക്ഷം മദ്രാസ് കൊണ്ടുപോയി വെട്ടി എന്ന് പറയുമ്പോൾ SDPക്കാർ പറയും, അല്ലെങ്കിൽ അന്നത്തെ നേതാക്കളൊക്കെ എന്ത് നല്ല നേതാക്കളാ. ഞങ്ങൾക്ക് അന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ബാഫഖി തങ്ങൾ നിന്നും CD സാഹിബ് നിന്നും നിങ്ങൾ ഈ പറഞ്ഞ ഹൈദ്രോസ് വക്കീൽ നിന്നും ഇതൊക്കെ പറ്റുന്ന നേതാക്കളാണ്. അന്നത്തെ ലീഗ് ഇവിടെ കിടക്കണം, ഇന്നത്തെ ലീഗ് ഇവിടെ കിടക്കണം. അപ്പം നമ്മളെ ഈ സംഗതിയെ കുറിച്ച് ഒന്നും പറയാത്ത കുട്ടികൾ പറഞ്ഞത് ശരിയാ. അന്നത്തെ ലീഗിലാണെങ്കിൽ ഇപ്പൊ മെമ്പർഷിപ്പ് എടുക്കുന്നു. 70 കൊല്ലം മുമ്പ് ബാക്ക് പോയിട്ട് യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയും? നടക്കൂല എന്ന് അറിഞ്ഞിട്ട് കുട്ടികളെ കൺഫ്യൂഷൻ ആക്കുകയാണ്. ലീഗിന് സ്വന്തമായിട്ട് ഓഫീസില്ലാത്ത അന്ന് മദ്രാസിലേക്ക് പൈസ പിരിച്ചു എന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളുന്ന യൂത്ത് ലീഗുകാരാ 1 ഇഞ്ചും പയച്ചു പോയിട്ടില്ല. കഴിഞ്ഞ പരിശുദ്ധ റമദാനിന്റെ 4 ദിവസം മുമ്പ് ഉത്തർപ്രദേശിലെ ഡൽഹിയിൽ നിന്ന് ഇവിടെ ഓമലേക്ക് ഇരിക്കേണ്ട യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പോയി 61 വീടിന്റെ താക്കോൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ കൈമാറുമ്പോ ഡൽഹിയിൽ 2 പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഒരു ഓഫീസ് മുസ്ലിം ലീഗിന് സ്വന്തമായിട്ടില്ല. സ്വന്തമായിട്ട് ഡൽഹിയിൽ ഓഫീസില്ല ലീഗിന്. നമ്മൾ പഠിക്കേണ്ട സംഗതിയാണത്. സ്വന്തമായിട്ട് ലീഗിന് ഓഫീസില്ലാതെ ബൈത്തുറഹ്മയുടെ വീടുണ്ടാക്കി കൊടുക്കുന്ന പാർട്ടി സ്വന്തമായിട്ട് കോഴിക്കോട് ഓഫീസില്ലാതെ ഫാറൂഖ് കോളേജിന് വേണ്ടി പിരിച്ച പാർട്ടിയും തമ്മിൽ ഒരു അന്തരവും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അടുത്ത ക്ലാസ്സിനുള്ള ഷെരീഫ് കൂടി ഇവിടെ എത്തി. നമ്മൾ സാധാരണ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കപ്പാസിറ്റിയുടെ ഇൻഡിക്കേഷനാണ്. എന്താ അടിസ്ഥാന സൗകര്യങ്ങൾ. തിരുവനന്തപുരത്ത് ഇവിടെ എല്ലാ നേതാക്കളും തിരുവനന്തപുരത്തെ ലീഗിന്റെ ഓഫീസ് കണ്ട ആൾക്കാരുണ്ടാവും. ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ലീഗ് ഓഫീസ് വർക്ക് ചെയ്തിരുന്ന പഴയ കാലത്തെ ഒരു ഓഫീസ് ഇപ്പോഴും അത് അത്ര സൗകര്യമൊന്നും ഇല്ലാത്ത 2-3 ഇപ്പൊന്ന് അടുത്തൊന്ന് റിനോവേറ്റ് ചെറിയൊരു ഓഫീസ് എന്ന് പറയാൻ പറ്റൂല. സൗകര്യമുള്ള 30-ലേറെ കൊല്ലം ഭരിച്ചൊരു പാർട്ടിയുടെ ഓഫീസ് എന്ന് പറയാനുള്ള ഓഫീസ് ഇപ്പോഴും ഇല്ല. പിള്ളന്റെ ഓഫീസ് ഉണ്ട്. ഞങ്ങൾ ബാലകൃഷ്ണ പിള്ളന്റെ തിരുവനന്തപുരത്ത് ഓഫീസ് ഗണേശനും പിള്ളിയും തമ്മിൽ പ്രസിഡന്റായ സമയത്ത് TV കാണിച്ചിരുന്നു. 2 നല്ല സൗകര്യമുള്ള ഓഫീസാണ്.
ജമാഅത്തെ ഇസ്ലാമിന്റെ ഇറാ സെന്റർ കണ്ട ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. കോഴിക്കോട് ലീഗ് ഹൗസിനേക്കാൾ സൗകര്യം ഉണ്ട് അവിടെ. ഞാൻ സന്നദ്ധ സംഘങ്ങളുടെ ഒരു യോഗത്തിൽ അവിടെ പോയപ്പോൾ കണ്ട സെക്രട്ടറിമാർക്കൊക്കെ വേറെ റൂം, നമുക്ക് എല്ലാ സെക്രട്ടറിയും കൂടി ഒരു റൂം, അതിന്റെ ബോർഡിൽ സെക്രട്ടറീസ് ഒരുമിച്ചൊരു പേരാ. ആളുള്ള സെക്രട്ടറിമാരൊക്കെ കൂടി ആദ്യം 4 ആളെത്തി 5-ാമത് വന്നവർ കസാല പുറത്തുനിന്നിട്ടാലേ ഉള്ളൂ. ഇതൊരു കുറവായിട്ട് കാണണ്ട. നമുക്ക് അഭിമാനത്തോടെ പറയാം, സ്വന്തമായി തിരുവനന്തപുരത്ത് സൗകര്യമുള്ള ഓഫീസില്ലാത്ത മുസ്ലിം ലീഗ് 1-ാം ഘട്ടത്തിൽ 5.5 കോടിയും 2-ാം ഘട്ടത്തിൽ 6 കോടിയും 11.5 കോടി രൂപക്ക് ക്യാൻസർ രോഗികൾക്ക് CH സെന്റർ നടത്താനിയൊരുക്കിയ പാർട്ടിയാ ലീഗ്. എവിടെയും പ്രസംഗിച്ചൂടെ? ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല. 11.5 കോടിക്ക് ക്യാൻസർ രോഗികൾക്ക്. ലീഗിന്റെ നേതാക്കന്മാർക്ക് കിളിച്ചുറങ്ങാൻ സൗകര്യമില്ല തിരുവനന്തപുരത്ത്. എന്നാൽ ലീഗിന്റെ നേതാക്കന്മാരുടെ സമീപത്തുള്ള അന്യ പാർട്ടിയിൽപ്പെട്ട അന്യ സമുദായത്തിൽപ്പെട്ട ക്യാൻസർ രോഗിക്ക് നമ്മുടെ നേതാക്കൾ ഉടുത്തൊരുങ്ങി സൗകര്യപ്പെടുന്നതിനേക്കാൾ സൗകര്യത്തിൽ തിരുവനന്തപുരത്ത് ചെന്നിറങ്ങാൻ സൗകര്യപ്പെടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് പറയുമ്പോ നമ്മൾ കുട്ടികളെ പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും നമ്മുടെ ഈ രാഷ്ട്രീയത്തിന്റെ പ്രതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഇബാദത്താണ് രാഷ്ട്രീയം എന്നുണ്ടെങ്കിൽ, നന്മയാണ് രാഷ്ട്രീയം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ക്യാമ്പൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ പോയി സൗകര്യപ്രദമായി ഉറങ്ങും. അഭിമാനത്തോടെ പറയാം, അർദ്ധരാത്രിയും നമ്മൾ കടന്നുറങ്ങുമ്പോഴും ഈ അർദ്ധചന്ദ്രാംഗത ഹരിത പതാകയുടെ നന്മ 70-ലധികം വരുന്ന ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ അള്ളാഹുവിന്റെ അനാരോഗ്യമെന്ന പരീക്ഷണത്തിൽ പ്രയാസപ്പെട്ട 70-ലധികം ക്യാൻസർ രോഗികൾ ഈ പാർട്ടിയുടെ നന്മ കൊണ്ട് തിരുവനന്തപുരത്തെ ക്യാൻസർ സെന്ററിൽ ഉണ്ട്. ഉറങ്ങുമ്പോഴും നന്മ, ഉണരുമ്പോഴും നന്മ. കുട്ടികളോട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട രാഷ്ട്രീയതാണ്. നിനക്ക് അധികാരത്തിനാണോ രാഷ്ട്രീയം? ഞങ്ങളെ കൂട്ടത്തിൽ വരില്ല, നമ്മുടെ അടുത്ത് ഓപ്ഷൻ ഇല്ല, അത്ര സൗകര്യമുള്ള പാർട്ടിയല്ല ഞങ്ങൾ. നിനക്ക് വിപ്ലവം ഉണ്ടാക്കാനോ രാഷ്ട്രീയം? ഞങ്ങൾ ബലഹീനരാണ്, അത്രമേൽ വിപ്ലവ ബോധമുള്ള ഒരു ജനതയല്ല ഞങ്ങൾ, ഇല്ല ഞങ്ങളുടെ കയ്യിൽ. നിനക്ക് ആഖിറം സൃഷ്ടിക്കാനാണോ ദുനിയാവിന്റെ രാഷ്ട്രീയം? ഞങ്ങളെക്കാൾ പവിത്രമായ സുന്ദരമായ ഒരു രാഷ്ട്രീയ പ്രത്യാശാസ്ത്രം ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇല്ലെന്ന് അഭിമാനബോധത്തോടുകൂടി നമ്മൾ ഈ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. ആ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ് നമ്മൾ പകർന്ന് പാകപ്പെടുത്തി കൊടുക്കേണ്ടത്. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഈ ജാർഖണ്ഡിലെ ഗ്രാമങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നാഷണൽ കമ്മിറ്റിയുടെ പ്രോജക്റ്റ് നടക്കുകയാണ്. കമ്പിളിപ്പൊതപ്പ് 4000 കൊടുക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഒരു വട്ടെങ്കിലും കണ്ട ആളുകൾക്ക് ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ ഏറ്റവും സ്ലമ്മിൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി, സച്ചാർ പറയുന്ന സ്ലം ജീവിക്കുന്ന കമ്മ്യൂണിറ്റി മുസ്ലിമാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. കൊൽക്കട്ടയിൽ മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ കിലോമീറ്ററുകൾ കൈവണ്ടികൾ റോഡിന്റെ സൈഡിൽ ഒരു ഭാഗത്ത് ഓരത്ത് വെച്ച് -ഡിഗ്രിയിൽ വറങ്ങലിക്കുന്ന പാവപ്പെട്ട മനുഷ്യക്കോലങ്ങളെ കാണാം. നമുക്ക് ഒരു കമ്പിളിപ്പതപ്പ് വാങ്ങാൻ പോലും പണമില്ലാത്ത പ്രയാസപ്പെടുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിം സമുദായം. നമ്മുടെ നേതാക്കന്മാർ ചെല്ലുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും ലംഘനങ്ങൾ വഴി തള്ളിമാറ്റിയ പാവങ്ങൾ കൈകോർക്കുന്നതിന്റെ കാരണം ന്യൂനപക്ഷത്തിന്റെ പിന്നോക്കാവസ്ഥയുടെ ആഴമാണത് ലോകത്തോട് വിളിച്ചു പറയുന്നത്. എല്ലാ അർത്ഥത്തിലും ഇവനെക്കുറിച്ച് പഠിച്ചത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ആദിവാസികളെക്കാൾ പിറവിലാണ് എന്നാണ് കൺക്ലൂഷൻ. സാധാരണ പറയാറുണ്ട്, ഈ അടുത്ത് ജാർഖണ്ഡിലെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ച് ഒരു മൗല്യർ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു, മുസ്ലിം കേന്ദ്ര MCDS-ൽ മൈനോറിറ്റി കോൺസെൻട്രേറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ 2 ജില്ലകൾ ജാർഖണ്ഡിൽ നിന്നുണ്ട്, എൻ്റെ ബോധ്യം കണക്കാണെങ്കിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അതിന് തുല്യമായിട്ടുള്ള പെർസെൻറ്റേജ് മുസ്ലിം കോൺസെൻട്രേഷനുള്ള സ്റ്റേറ്റാണ് ജാർഖണ്ഡ്. പെർസെൻറ്റേജ് കൊണ്ടല്ല, കോൺസെൻട്രേഷൻ ഒരുമിച്ച് ഒരിടത്ത് കേന്ദ്രീകരിക്കുക വഴി. ജാർഖണ്ഡിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ പറയുണ്ടായി, മഹാഭൂരിപക്ഷം മുസ്ലിം കേന്ദ്രങ്ങളിലെയും സ്ത്രീകൾക്ക് ഉദരരോഗം വന്നിട്ടുണ്ട്, ആമാശയ രോഗം വന്നിട്ടുണ്ട്. ഞാൻ ആ പണ്ഡിതനോട് ചോദിച്ചു അതിന്റെ കാരണം എന്താണ്. അപ്പോൾ അയാൾ പറയാണ്, ഒരൊറ്റ വീട്ടിലും ടോയ്ലറ്റ് ഇല്ല. ഉത്തരേന്ത്യ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, ഒരു മുസ്ലിം ഗല്ലി കണ്ടാൽ പിന്നെ ലീഗ് എന്ത് ചെയ്തു എന്ന് ഒരു ചെറിയ ബോധമുള്ള ഒരു കുട്ടി നമ്മോട് ചോദിക്കൂല. ഒരൊറ്റ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ല. 70 പതിറ്റാണ്ടിന് ശേഷവും ഈ സമുദായത്തിലെ പാവങ്ങൾ മലമൂത്ര വിസർജനം, സ്ലമ്മുകളുടെ ഒരു ഒറ്റ ചേരിയുടെ ഒരു സ്ലോട്ട് കണ്ടാൽ അറിയാം, ഒരാൾക്ക് കടക്കാനുള്ള ഭൂമി വിൽപ്പല്ല. കാല് നിർത്താൻ കഴിയില്ല, കൈ നിർത്താൻ കഴിയില്ല. ഒരു ദാർപ്പായി വിരിച്ച 4 വീടെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടാവും. നീളത്തിൽ ഒരു ദാർപ്പായി കെട്ടിയാൽ 4 വീട് അതിൻ്റെ ഇടയിൽ ഉണ്ടാവും. ഒരച്ചമര് മണ്ണ് ഉരുട്ടി വെച്ച വീടുകൾ, അരച്ചമര് ഏതെങ്കിലും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ കോർത്ത വീടുകൾ. ഉത്തരേന്ത്യയുടെ പൊതു സ്വഭാവം, ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രാമത്തിന്റെ ഇതല്ല, പൊതു സ്വഭാവം. ഒറ്റ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ല.
ആ പണ്ഡിതൻ ആ മൂല്യർ പറയാണ്, വീട്ടിൽ പുരുഷന്മാർ പുറത്തിറങ്ങുന്നതിന് മുമ്പ് സ്ത്രീകൾ മലമൂത്ര വിസർജനം നടത്തണം. നേരം പുലരുന്നതിന് മുമ്പ് ഒരു 6 മണിക്ക് മുമ്പ്. അഥവാ മനസ്സറിഞ്ഞൊന്ന് ഉറങ്ങിപ്പോയാൽ 6 മണിയുള്ളത് 6:15 പിന്നെ ആ സ്ത്രീകൾ മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ പിടിച്ചു നിൽക്കും. അന്ന് രാത്രി വരെ, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടാകുന്നത് വരെ മലമൂത്ര വിസർജനം നടത്താൻ പോലും ഈ പാവപ്പെട്ട സമുദായത്തിൽ പറഞ്ഞവൻ ഇന്ത്യയിൽ കഴിയുന്നില്ല. ആ കൂട്ടത്തിലാണ് കുട്ടികൾക്ക് മോഹൻലാലിനെ മുമ്പെന്ന് കാണാൻ പറ്റില്ലെങ്കിൽ ലീഗിനോട് വിരോധം വരുന്നത്. ഇവരെ പഠിപ്പിക്കേണ്ട നമ്മൾ ഈ വസ്തുതയെ, ഈ സംഗതിയെ ഇവരെ ബോധ്യപ്പെടുത്തിയല്ലാതെ എന്ത് മാർഗം? എല്ലാ ഗാനമേളക്കും 1-ാം ഗേറ്റിന്റെ പാസ് കൊടുത്ത് പരിഹരിക്കാൻ കഴിയുമോ ഈ പ്രശ്നം? കോളേജിൽ അഡ്മിഷന്റെ സമയത്ത് എത്ര കുട്ടികളാണ് ലീഗിന്റെ കുടുംബത്തിൽപ്പെട്ടവർ മാറിപ്പോകുന്നത്? നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? 10-15 മാനേജ്മെന്റ് സീറ്റ് ഉണ്ടാവും. പാണക്കാടുത്ത് 5 തങ്ങന്മാരും ലീഗിന്റെ 20 MLA-മാരും മാനേജ്മെന്റ് കമ്മിറ്റിയിലെ ആൾക്കാർ ഒഴിവാക്കിയാൽ പിന്നെ അതിൽ ആരൊഴിവാക്കും, ആരെടുക്കും? ഒരു 15-20 ആക്കാൻ വേണ്ടി മെനക്കെട്ടാൽ ഒരാൾക്ക് സീറ്റ് കിട്ടും, ഒറ്റ കുട്ടി കിട്ടും. ബാക്കി 14 കുടുംബം ലീഗിനെതിരായി. ഇത്ര കാലം ലീഗിൻ്റെ ഒപ്പം നിന്നിട്ട് കുട്ടിക്ക് പഠിക്കാനൊരു സീറ്റ് വെച്ചപ്പോൾ കിട്ടിയില്ല. ഇവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതി, ഉത്തരേന്ത്യയിൽ ഈ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ഇന്നും മെട്രിക്കുലേഷൻ പോലും പഠിക്കാൻ എത്തുന്നില്ല. കുട്ടികൾ റവ വാങ്ങാൻ വേണ്ടി വരികയും റവ വാങ്ങി തിരികെ പോവുകയും ചെയ്യുന്നവരാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിം ഗ്രാമങ്ങളിലെ കുട്ടികൾ. നമ്മുടെ കുട്ടികൾ ഈ അവസ്ഥയിലൊക്കെ എത്തിപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ഈ സാമൂഹിക പരിസരം സൃഷ്ടിച്ച പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് കഴിയാവുന്ന സഹായം നൽകി ലീഗിൻ്റെ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിനല്ല നമ്മൾ എതിരാകുന്നത്. പക്ഷേ അതിൻ്റെ പുറത്ത് ഈ പ്രത്യാശാസ്ത്രത്തിനെ തന്നെ നശിപ്പിക്കല്ല എന്നുള്ള രാഷ്ട്രീയ ബോധം അവർക്ക് കൊടുക്കണം. നമ്മുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയും 2 എണ്ണമാണ്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവാണ്, മറ്റൊന്ന് നോൺ ക്വാണ്ടിറ്റേറ്റീവാണ്. ലീഗിൻ്റെ സംഭാവനകൾ ക്വാണ്ടിറ്റേറ്റീവ്, ഇത്ര കോളേജ്, ഇത്ര യൂണിവേഴ്സിറ്റി, ഇത്ര പ്രൊഫഷണൽ, ഇവിടെ TPM ബഷീർക്കൊക്കെ എഴുതിയിട്ടുള്ള മുസ്ലിം മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിനകത്തും നമ്മൾ വളർന്നു വന്നതിൻ്റെ ഒരു ഘടനയെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ. ഇപ്പോൾ കഴിഞ്ഞ വേങ്ങര തെരഞ്ഞെടുപ്പിൽ, ഇവിടെ ഷെരീഫ് എത്തിയല്ലോ, വേങ്ങര തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സമ്മേളനത്തിലും CPM ചോദിച്ചില്ല എന്താ ഈ വേങ്ങര ഉണ്ടാക്കിയ വികസനം എന്ന്. കാരണം ചോദിക്കാൻ കഴിയില്ല. അവസാനത്തെ ഇടവഴിയും പിന്നെ റബ്ബറൈസ് ചെയ്തിട്ടാണ് കുഞ്ഞാടി സാഹിബ് ഇവിടുന്ന് പോകുന്നത് എന്ന് വെച്ചാൽ അത് ചോദിക്കാൻ കഴിയില്ല. അതൊരു ബേസിക് അല്ല. നമ്മൾ ഭൗതിക വികസനം കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു പബ്ലിക് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. അതിനേക്കാൾ നമ്മൾ ചെയ്തത്, ക്വാണ്ടിറ്റേറ്റീവായ നന്മയേക്കാൾ നമ്മൾ ചെയ്തത് തിട്ടപ്പെടുത്താനാവാത്ത നന്മയാണ്, തിട്ടപ്പെടുത്താനാവാത്ത കോൺട്രിബ്യൂഷനാണ്, നോൺ ക്വാണ്ടിറ്റേറ്റീവാണ്. ഏത്